ഏവർക്കും യൂണിക് ട്രേഡിങ്ങിലേക്ക് സ്വാഗതം. നാളെ നിഫ്റ്റി എക്സ്പയറി ആണ്, അതുപോലെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും, ഇന്നലത്തെ നമ്മുടെ അതേ ലെവല് ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്തൊരു ലെവലായിരുന്നു ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു 3 ദിവസത്തെ ഒരു പ്രൈസ് ആക്ഷൻ്റെ പറഞ്ഞായിരുന്നു. ഓക്കെ, ആ പ്രൈസ് ആക്ഷൻ ആയിരുന്നു വേണ്ട. ഞാനൊരു ഈ ഒരു പ്രൈസ് ആക്ഷന് പറഞ്ഞായിരുന്നു. അതായത് ഇന്നലെ എന്താണ് പറഞ്ഞിരുന്നത്, ഞാൻ 3 ദിവസമായിട്ട് 28 മാർച്ച് 3 മാർച്ച് 4 ഈ ഒരു പ്രൈസ് ആക്ഷന് ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. ഉണ്ടല്ലേ, ഇന്ന് മാർക്കറ്റ് നല്ലൊരു രീതിയിലൊരു മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, മാർക്കറ്റിൽ എന്താണ് 2 പേരുള്ളത്. ഒന്ന് മാർക്കറ്റിൽ ബയർ അവിടെയാണ് ഇൻട്രസ്റ്റ് എടുക്കുന്നത്, അതിൽ മാർക്കറ്റിൽ സെല്ലർ അവർ ഇൻട്രസ്റ്റ് എടുക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരിക്കലും മാർക്കറ്റിൽ സെല്ലർ ബോട്ടത്തിൽ വന്ന് ഇൻട്രസ്റ്റ് എടുക്കത്തില്ല. ഇവിടെ സെല്ലർ കുറച്ച് ആക്റ്റീവ് ആവുന്ന ഏത് സ്ഥലത്തെന്ന് പറഞ്ഞുതരാം. ഓക്കെ, സെല്ലർ ആക്റ്റീവ് ആവാൻ ചാൻസ് ഉള്ളത് ഈ 22,500. ഓക്കെ, ഈ 22,500 ഈ ലെവലിൽ സെല്ലർ ആക്റ്റീവ് ആവും. 22,500 തൊട്ട് 22,550, 22,500 തൊട്ട് 22,550. ഓക്കെ, ഈ ഒരു ലെവലുണ്ടോ, ഈ ഒരു ലെവലിലാണ് ഇനി സെല്ലർ ഇൻട്രസ്റ്റ് എടുക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ളൊരു വ്യൂ നാളെ നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ളൊരു വ്യൂ നിഫ്റ്റിയിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിന് താഴെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതായത് 22,227 ഈ ഒരു ലെവലിന് താഴെ മാത്രം നമുക്ക് ഡൗൺ സൈഡിലോട്ട് ഒരു എൻട്രി നോക്കിയത്. ബൈ ചാൻസ് നിഫ്റ്റി ഒരു റിട്രസ്മെൻറ്റ് എടുക്കാനായിട്ട് ബൈ ചാൻസ് താഴെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ലെവലുണ്ടല്ലേ, ഈ ഒരു ലെവൽ, അതായത് 22,150 ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ച് അപ്പ് സൈഡിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നാളെ നിഫ്റ്റിയുടെ അപ്പ് സൈഡിലോട്ടുള്ളൊരു നമുക്ക് അപ്പ് സൈഡ് ലെവല് ഇന്നത്തെ ഹൈ ഉണ്ടല്ലോ, ഇന്നത്തെ ഹൈ 400 ഇന്നൊരു 20 പോയിന്റ് കൂടുതൽ വെക്കുക. ഓക്കെ, 422 ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ അപ്പ് സൈഡ് മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞുള്ള അടുത്ത ലെവല് 22, ഇത് ബ്രേക്ക് കഴിഞ്ഞ് അടുത്ത ലെവൽ 22,500, അത് കഴിഞ്ഞ് അടുത്ത ലെവൽ 22,550. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ തന്നൊരു ലെവലിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു മൂവ് അപ്പ് സൈഡിൽ തന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നാളത്തെ ബാങ്ക് നിഫ്റ്റി അപ്പ് സൈഡ് ലെവൽ എന്ന് വെച്ചാൽ 48,706. ഓക്കെ, ഈ ഒരു ലെവലാണ് അപ്പ് സൈഡിലോട്ടുള്ളത്. ഓക്കെ, ഡൗൺ സൈഡ് ലെവല് ലെവലാണ്. $42,340 താഴെ ഒരു 15 മിനിറ്റിൻ്റെ 48,340 താഴെ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ള വ്യൂ എടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു താഴെ 47,838 വരെ വരാനുള്ള ഒരു ചാൻസ് ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷെ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ താഴെ വരെ മാർക്കറ്റ് വരാനുള്ള ഒരു ചാൻസ് ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷെ കാണുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. നമ്മൾ മാർക്കറ്റിൽ ഇവിടെ നമുക്ക് ബയർ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ബയറിന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കൂടെയുള്ള ഈ റീറ്റെയിൽ ബയറല്ല, നമ്മളെന്തോ ഒരു വെറും ഇൻവെസ്റ്റർ മാത്രമാണ്. ഓക്കെ, ബയർ എന്ന് പറയുന്നതുണ്ടല്ലോ FI,
അതുപോലെ തന്നെ DI ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ, അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ, അതുപോലെ വലിയ സ്ഥാപനങ്ങളാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ. അതായത് ഇവർ എടുക്കുന്ന എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ചെറിയ എമൗണ്ട്, നമ്മുടെ കൂട്ട് ചെറിയ എമൗണ്ട് ഇട്ടല്ല ഇവർ ട്രേഡ് ചെയ്യുന്നത്. ഇവർ കോടികളിട്ടുള്ള ട്രേഡിങ്. അതായത് ഈ FIDI വിചാരിച്ച നമ്മൾ മാർക്കറ്റിൻ്റെ തന്നെ ദിശ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ FIDI വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനനുസരിച്ച് അവരുടെ കയ്യിൽ അതിനുള്ള മണിയുണ്ട്. ഓക്കെ, നിങ്ങൾ കോൾ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ കാണാൻ മാർക്കറ്റ് താപ്പോട്ട് പോകുന്നത്. അതായത് നിങ്ങൾ പുട്ടെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഇതിനുള്ള കാരണം എന്താ? നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി എടുക്കുന്നില്ല. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രിയോ എക്സിറ്റോ ഇല്ലാത്തത് കൊണ്ട് കാരണമാണ് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതും, അതുപോലെ നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്രേഡ് പോകാനുള്ള കാരണം. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീണ്ടും വേറെ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ജയ് ഹിന്ദ്.